ഇവിടെ പ്രേക്ഷകരെ ഞാൻ പറഞ്ഞു വരിവരിയായിട്ട് ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കടയാണ് കാന്താരി ഷാപ്പിലെ കറികൾ. ഇവിടെ ഞണ്ട് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ലൈം ടീ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, കപ്പ റോസ്റ്റ്, പഴംപൊരിയൊക്കെ കിട്ടും. രാവിലെ തന്നെ ചേച്ചി കട തുറന്നിട്ടില്ലേ? ചേച്ചിയുടെ പേരെന്താ ചേച്ചി? ഒത്തിരി നാളായി ഇവിടെ ഈ കട തുടങ്ങി? 5 വർഷമായി. ജീവിതമൊക്കെ എങ്ങനെ പോണു? ഒരു മുത്തുമണി ഇവിടെ നിൽപ്പുണ്ട്. എന്താ പേര്? ഹലോ, അമ്പാടി. പേര് പറയോ? അമ്പാടിയാണോ? അമ്പാടിയാണോ? ഇത് വേണോ? വലിയ കാറുണ്ടല്ലോ, കാറ് തരുവോ? ശ്രീകണ്ഠ സാറിന്റെ വാർത്ത കേട്ടിട്ട് ഹലോ ലൈവ് കൊടുത്തിട്ടുണ്ടായി. തരാവോ? അതെന്തുവാ? എന്തോ അത്? ഓക്കെ, കളിച്ചോട്ടോ. ടാറ്റാ. അപ്പൊ അമ്പാടി നമുക്ക് ടാറ്റയൊക്കെ തന്നു. ഈ വഴി വരുമ്പോ ചേച്ചി അപ്പൊ ബൈ. ഈ വഴി വരുമ്പോൾ ഇവിടേക്ക് കയറി ഇവർക്കൊക്കെ ഇവരുടെ ജീവിതത്തിനൊക്കെ ഒരു സഹായമാകുക അല്ലേ? ഒരു ചെറിയ സാധനം വാങ്ങിച്ചാലും അവർക്കൊക്കെ ഒരു സഹായമാകും. രാവിലെ തന്നെ ചേച്ചി എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങുന്ന കട അതാണ് അല്ലേ? ഓക്കെ. ഇതവിടെയൊക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാന്താരി ഷാപ്പിലെ കറികൾ ഈ ഭാഗത്ത് വരുന്നവർക്ക് അത് രുചിച്ച് നോക്കാവുന്നതാണ്. അതെ. ഇന്ന് നവംബർ 30 ചിലർക്ക് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. നമ്മുടെ മിനി ബാബു ചേച്ചി ഓർമ്മയില്ലേ? ആലപ്പുഴയിലെ പോസ്റ്റ് ഓഫീസ് ജോലി നിന്ന് മിനി ബാബു ചേച്ചിയുടെ മോൻ അനന്തു ബാബുവിന്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം രഞ്ജു മത്തായി, നമ്മുടെ സ്പോർട്സ് മാൻ രഞ്ജു മത്തായിയുടെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി വിഷ് ചെയ്യുന്നുണ്ടോ? പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അനന്തു ആൻഡ് രഞ്ജു മത്തായി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, യെസ്. അപ്പോൾ വാർത്തകളിലേക്ക് വന്നു. ഒരു ആക്സിഡന്റ് വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പത്തനംതിട്ട പന്തളത്ത് വീടിന് മുകളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് വാർത്ത. ശ്രീകുമാറാണ് വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീത്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു അപകട വാർത്ത പുറത്തു വരുന്നത്. പന്തളം കുരമ്പാല പത്തിപ്പടിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വഴിയരികിൽ സംസ്ഥാന പാതയുടെ അരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിലുമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ വീടിന് മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു. ലോറി നിയന്ത്രണം വിട്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഉള്ളിലുണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രാജേഷ്, മീന, മീനാക്ഷി, മീര എന്നീ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ് എന്നും പറയുന്നുണ്ട്. ഇവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, ശ്രീകുമാറിനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മളുടെ പ്രേക്ഷകരൊക്കെ കമന്റുമായി നമ്മോടൊപ്പം എത്തുന്നുണ്ട്. മുഹമ്മദ് ഹസൻ 11 മാസം ശമ്പളം ലഭിച്ചില്ല. ട്രാക്കോ കേബിൾ കമ്പനി ജീവനക്കാരൻ ഉണ്ണി മരിച്ച നിലയിൽ. അപ്പോൾ ആ വാർത്തയൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതാണ്. ഓപ്പൺ ജിം കാര്യം പറഞ്ഞത് അവിടുന്ന് ജിമ്മിൽ. ചേട്ടാ നമസ്കാരം. എവിടെയാ സ്ഥലം? എവിടെയാ? പേര്? ഫ്രാൻസിസ്. ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? ഐറ്റംസും ചെയ്യാറുണ്ട്. എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വാർത്തകളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇലക്ഷനൊക്കെ കണ്ടപ്പോ എന്ന് തോന്നുന്നു നല്ലതായിട്ട് തോന്നി. 24/7 അല്ലേ? ശരിയടപ്പം നടക്കട്ടെ. അപ്പോൾ നമ്മുടെ കമൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ ആണ് ജിമ്മി ജോർജ് സ്റ്റേഡിയം എന്ന് പറയുന്നുണ്ട്. SGC കൊച്ചിയിൽ, ഇവിടെ പവിത്രൻ പാതിരാപ്പറ്റ, രവികുമാർ PB പറയുന്നുണ്ട്. പ്രജിൻ, നിങ്ങളൊരു ചതിയനാണെന്ന്. എന്താണ്? നിങ്ങൾ ഇന്നലെ 4 മണിക്ക് എവിടെയോ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നില്ല എന്ന് പറയുന്നു. 4 മണിക്കോ? 4 മണിക്ക്, അതായത് 4 മണിക്ക് സ്ഥിരമായി നിങ്ങൾ പ്രവിതയോടൊപ്പം ചെന്നില്ല എന്ന് പറയുന്നു. നിങ്ങളൊരു ചതിയനാണത്രേ. ചതിയൻ ചന്തു. 4 മണി നമ്മുടെ ഗുഡ് ഈവനിങ് ഷോയെ കുറിച്ചാണോ പറഞ്ഞത്? അതെ. ഓക്കെ. അതിന് മുമ്പ് ഞാൻ പക്ഷെ 3 മണിക്ക് വന്നായിരുന്നു. അതെ. 4 മണിക്ക് വരാമെന്ന് പറയുന്ന ആൾ 3 മണിക്ക് വന്നതിൽ എങ്ങനെ പ്രേക്ഷകരെ കുറ്റം പറയാൻ സാധിക്കും? ഷഫീർ മണ്ണാർക്കാട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. അനോറ, ബെന്നി തോപ്പിൽ, ഗ്രാമങ്ങളിൽ നിന്ന് നിലനിൽക്കുന്ന വോളിബോൾ ക്ലബ്ബുകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി 24 ആരംഭിക്കണം. നടന്നാൽ മാത്രം പോരാ, ആരോഗ്യം കുറച്ചുകൂടെ ഓക്കെ ആകണം. ബൈ ദ ബൈ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ബുദ്ധി എനിക്കില്ല. അത് പ്രേക്ഷകർക്ക് ഇതാണ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കയറി നമ്മളൊന്ന് ഒരു കസർത്തിന് ശ്രമിക്കുകയാണ്. അപ്പൊ അത് വരെ ഒരു ചെറിയ ബ്രേക്കിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം അതൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളൊന്ന്
എന്താണ് പറയാ എക്സസൈസിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ കണ്ടുപിടിച്ചു, അതിലെ എക്സർസൈസ് ഒക്കെ ചെയ്തു. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായി. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു സംഭവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം പ്രജന, ഇത് മാത്രം പറഞ്ഞാൽ പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ VS ഒരു അവാർഡ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വിട്ടാ പോരാ, രാഹുൽ VS അന്താരാഷ്ട്ര പുസ്തക കൂട്ടായ്മയുടെ അവാർഡ് കിട്ടിയാൽ ഞാൻ പുലിറ്റ്സർ പ്രൈസ് വാങ്ങിക്കുന്ന ഒരാൾ മരത്തിൽ കയറിയിരുന്ന ആക്രാന്തത്തോടുകൂടെ വിഷ്വലുകൾ പകർത്തുകയാണ് നമ്മുടെ വിനിൽ കാശി. രാഹുലെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഗംഭീരമായ വിഷ്വൽസ് നമുക്ക് വിനിൽ കാശി തരുന്നുണ്ട്, പ്രേക്ഷകർക്ക് അത് കാണാം. അപ്പോൾ ഇവിടെ ചേട്ടാ കുറേ സമയത്ത് ചേട്ടൻ ഇതിനകത്താണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നടക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസ് താഴെ ഇറങ്ങുന്നതായിരിക്കും ബുദ്ധി. നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടി വരികയാണ്. പല ശ്വാനന്മാരും വരുന്നുണ്ട്. ആദ്യം വന്ന ആള് പോയി, രണ്ടുപേരെ കൂടെ കൂട്ടി വന്നിട്ടുണ്ട്. വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രമേശ്, ലതീഷ്, ബിബി, സതീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായത് അല്ലെ? അതെ, രമേശ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് മറ്റുള്ളവർ സ്വർണം കവരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, അഗൈൻ വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൃഷ്ണ, 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇവർ പാലക്കാട്, തൃശൂർ സ്വദേശികളാണ്. ഇവരുടെ അറസ്റ്റ് കൊടുവള്ളി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: രമേശ്, ലതീഷ്, ബിബിൻ, സരീഷ്, വിമൽ. ഇതിൽ രമേശ് എന്ന കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരി, അദ്ദേഹം നൽകിയ കൊട്ടേഷനിലാണ് മറ്റ് 4 പേർ ഈ ഒരു സ്വർണ്ണ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ രമേശ് പാലക്കാട് സ്വദേശിയാണ്. അയാൾ കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നു. അതിനിടയിൽ ഈ ബൈജുവിന്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു അത് എന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം. ബൈജു എന്ന കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്നയാൾ സ്വർണവുമായി തന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വീടിന് സമീപത്ത് വെച്ച് അയാളുടെ സ്കൂട്ടറിൽ ഒരു കാർ ഇടിക്കുകയും തുടർന്ന് ഈ കാറിലെത്തിയ സംഘം ഈ ബൈജുവിന്റെ കയ്യിലുള്ള 1.75 കിലോ സ്വർണവുമായി കടന്നു കളഞ്ഞത്. പിന്നീട് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണത്തിൽ ഈ പ്രതികളെത്തിയ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി. അത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നീടാണ് പോലീസിന് ചില ലീഡ് ലഭിക്കുകയും ഇവർ തൃശൂർ, പാലക്കാട് മേഖലയിലുള്ളവരാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, എന്നുള്ളൊരു അനുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 5 പേർ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പോലീസിന് ആദ്യം തന്നെ ഉറപ്പായിരുന്നു ഈ ബൈജുവിന്റെ നീക്കങ്ങളൊക്കെ, ബൈജു എപ്പോൾ വീട്ടിലേക്ക് പോകും, ബൈജുവിന്റെ വീട് എവിടെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. അക്കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഈ അന്വേഷണം രമേശിലേക്ക് എത്തിയത്. ഈ കവർച്ച നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ബൈജു തന്റെ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് പോലും ഈ രമേശ് ബൈജുവുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ ബൈജു ഇറങ്ങുന്ന സമയം മുൻകൂട്ടി കാണുന്നു. അങ്ങനെ ഈ കവരയാൻ നിൽക്കുന്ന സംഘത്തിന് രമേശ് വിവരം നൽകുന്നു. അങ്ങനെയാണ് ഈ കവർച്ച ആസൂത്രണമായി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം. ഈ 5 പേരെയും തൃശൂർ, പാലക്കാട് മേഖലകളിൽ നിന്നാണ് പിടികൂടിയത്. അവരുമായുള്ള സംഘം ഇപ്പോൾ ഇവിടേക്ക് കൊടുവള്ളിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരി അഭി, അപ്പൊ എന്തായാലും ആ അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് കടമക്കുടിയാണെന്ന് അറിയാം. നോക്കുക, ഇതാണ് കടമക്കുടിയുടെ സൗന്ദര്യം. ഇതാ ഇപ്പോൾ കർഷക സംഘം കടമക്കുടി, അറക്കത്തോട്, ചെമ്മീൻ കെട്ടുകളുണ്ട്, ഏറുമാടങ്ങളുണ്ട്, ചീനവലകളുണ്ട്, വരിവരിയായി പറക്കുന്ന കിളികളുണ്ട്. 3 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു കൃഷി ഏരിയ. അതെ, അവിടെ വള്ളത്തില് 2 ചേട്ടന്മാർ. ഫ്രെയിമല്ല, നോക്കിയ ചേച്ചി, നോക്കിയ പറവകൾ ഇങ്ങനെ പറന്നു വരുന്നു. അവിടെ തെങ്ങുകളുടെ ഒരു ചിത്രം വരച്ചിട്ടതുപോലെ നടത്തിയെടുത്തതുപോലെയുള്ള പ്രകൃതി. അതോ ഈ ചീനവലയല്ലേ? അതല്ലേ, ചീനവലകളുണ്ട്. അതെല്ലാം ഈ കടമക്കുടിയുടെ പ്രത്യേകതകളാണ്. ചീനവല, ഏറുമാടങ്ങൾ, പൊക്കാളിപ്പാടങ്ങൾ, ചെമ്മീൻ കെട്ടുകൾ, ഇങ്ങനെയുള്ള അവിടെയും ഇവിടെയുള്ള മനോഹരമായ തുരുത്തുകൾ. ഈ ഒരു വന്യമായ സൗന്ദര്യം എന്ന് പറയാമോ, അതിങ്ങനെ നമുക്കൊന്ന് ഇറങ്ങി ആസ്വദിച്ചാലോ. അപ്പൊ അവിടെ ഏറുമാടങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടേക്ക് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. രാഹുൽ സൂക്ഷിച്ചു പോകണം കേട്ടോ. അപ്പോ ഒരു സൈഡിൽ നിന്ന് വിനിൽ കാശിയും ഒരു സൈഡിൽ നിന്ന് രാഹുൽ VS പകർത്തുന്ന മനോഹരമായ പ്രകൃതിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ അവിടെ വരെ റോഡ് എപ്പോഴും ഇവർ പറയുന്ന ഒരു പ്രശ്നമാണ്. റോഡ് ആ സൈഡിലെല്ലാം വളരെ നന്നായിട്ടുള്ള റോഡുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിന്റെ പല തുരുത്തുകളിലേക്കും പോകുന്ന റോഡുകൾ ശരിയായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവർക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ എത്രയും പെട്ടെന്ന് ചേച്ചി, ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ പോലെ ഈ വേലിയേറ്റ സമയത്തൊക്കെ വെള്ളം കയറുന്ന ഒരു ഏരിയ കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മൺതിട്ടകൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് നല്ലത് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അത് ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തയാണ്. ഇതിനോടകം പ്രേക്ഷകർക്ക് അറിയാവുന്ന വാർത്തയാണ്. ഈ നവജാത ശിശുവിന്റെ വൈകല്യം
സംഭവിച്ച സംഭവം അല്ലെങ്കിൽ സംഭവിച്ച കാര്യം അതിൽ ഇപ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് 2 അന്വേഷണ സമിതികൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സംഭവം അന്വേഷിക്കാൻ 2 സമിതികളുണ്ടായിരുന്നു, അങ്ങനെ വേണ്ട എന്ന് പറയുന്നു. ജില്ലാതല അന്വേഷണ സമിതിയെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. 2 സംഘവും നൽകുന്ന റിപ്പോർട്ട് വ്യത്യസ്തമായാൽ അത് മറ്റൊരു വിവാദമാകും എന്നറിയുന്നത് കൊണ്ടാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മനീഷ് മഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ പലരുടെ ഇടയിൽ പാമ്പ് ചാവില്ല എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ഒരുപാട് കമ്മിറ്റികൾ വന്നാൽ അവരുടെ റിപ്പോർട്ടുകളും അന്വേഷണങ്ങളും ഒക്കെ വേറിട്ട രീതിയിലായിരിക്കും. ഇത് പിന്നീട് വേറെ ഒരു തലവേദന സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ടാണോ ഈ ഒരു നടപടി? ക്രിസ്റ്റിന, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും പുറത്തു വരാറില്ല, വെളിച്ചം കാണാറില്ല. നേരത്തെ ജില്ലാതല അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ആദ്യം സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ ഡോക്ടർമാർക്ക് തെറ്റില്ല, ഡോക്ടർമാരുടെ ഭാഗത്തല്ല തെറ്റെന്ന രീതിയിലുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 അന്വേഷണ സമിതിയും നൽകുന്ന റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വന്നാൽ അത് വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാതല അന്വേഷണ സമിതി പിരിച്ചുവിട്ടത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി രൂപീകരിച്ചിട്ടുള്ള ആരോഗ്യ അഡീഷണൽ ഡയറക്ടറുടെ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിദഗ്ധ സംഘം അന്വേഷിക്കുന്ന ആ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ആണ് ജില്ലാതല അന്വേഷണ സമിതി പിരിച്ചുവിട്ടത്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി സ്കാനിംഗ് നടന്ന ലാബുകളിലെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പോലീസ് പരിശോധിക്കും. ആലപ്പുഴ DYSP മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്കാനിംഗ് റിപ്പോർട്ടുകളും മറ്റ് മെഡിക്കൽ രേഖകളും ഹാജരാക്കാൻ കുട്ടിയുടെ പിതാവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞിനെ പരിശോധിച്ച സമയത്തെ ലാബിൽ ഡോക്ടർ നൽകിയിട്ടുള്ള ഒപ്പ്, അത് 2 റിപ്പോർട്ടിൽ ഒരു ഡോക്ടർ നൽകിയിട്ടുള്ളത് 2 തരം ഒപ്പായിരുന്നു. അങ്ങനെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരേ ഡോക്ടർക്ക് 2 ഒപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം നടത്തുമെന്നുള്ള പുതിയ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ശരി, അപ്പോൾ പ്രഭാതം ഇങ്ങനെ അതിന്റെ ഓരോ നാഴികകൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജോലിക്കായൊക്കെ പോകുന്നു. ഇത് മീൻപിടുത്തത്തിനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെറുവള്ളങ്ങളിലായി ഓരോരുത്തരായി ഇങ്ങനെ ഈ കായലോട് സഞ്ചരിക്കുന്നുണ്ടല്ലേ? അതെ. നമുക്ക് പാലാരിവട്ടത്ത് ഒരു അപകട വാർത്ത, നമ്മുടെ ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു അത്തരത്തിലൊരു പാടിവട്ടത്ത് ഒരു അപകടം ഉണ്ടായല്ലോ എന്ന്. അപ്പോൾ ആ വാർത്തയിലേക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. എറണാകുളം പാലാരിവട്ടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. കോയമ്പത്തൂർ സ്വദേശികളായ വിദ്യാർത്ഥികളുടെ ബസ്സാണ് മറിഞ്ഞത്. 4 വിദ്യാർത്ഥികൾക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എന്താണ്? ഇവരെയൊക്കെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെ 3:45 പാലാരിവട്ടം കഴിഞ്ഞ് വെന്നലയിൽ പുതിയ റോഡ് ഭാഗത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബസ് അപകടത്തിൽപ്പെടുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്നുള്ള അപകടമാണ് എന്നുള്ളതാണ് പോലീസ് അടക്കം പ്രാഥമികമായി അനുമാനിക്കുന്നത്. ഇത് ഈ റോഡ് സൈഡിലെ വലത് സൈഡിലുള്ള ഡിവൈഡറിൽ വാഹനം ഇടിച്ചു കയറി. അവിടെ നിന്ന് ഏകദേശം ഒരു 10-20 മീറ്ററോളം ആ ഡിവൈഡറിൽ കൂടി തന്നെ സഞ്ചരിച്ചു. പിന്നീട് തൊട്ട് സൈഡിൽ കൂടി പോയ മറ്റൊരു ടൂറിസ്റ്റ് ബസ്സിന്റെ സൈഡിൽ ചെറുതായി ഒന്ന് തട്ടിയ ശേഷം ഇത് തലകീഴായി മറിയുകയായിരുന്നു. ഒരു സൈഡിലേക്ക് പൂർണ്ണമായും മറിഞ്ഞാണ് ഈ പരിക്ക് ആളുകൾക്കുണ്ടായിരിക്കുന്നത്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മോർണിംഗ് വാക്കിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ തുരുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറിയൊരു പാലമാണ്. അപ്പോൾ ഈ തുരുത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് പോകുന്നത് ശബരിമലയിൽ കൂടിയാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. അപ്പോൾ നല്ല പാട്ട്, അവിടെ നല്ല ഭക്തിഗാനം. അപ്പോൾ അവിടെ അഭിനന്ദുണ്ട്. അഭിനന്ദനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അഭിനന്ദ, ഈ ദിവസങ്ങളിൽ ചടങ്ങുകൾ നോക്കണ്ടേ? സന്നിധാനത്തെ ചടങ്ങുകൾ അഭിനന്ദുണ്ട്. അപ്പോൾ അഭിനന്ദ, അവിടെ തിരക്ക് കൂടുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുവെന്ന ആത്മവിശ്വാസം പോലീസിനുണ്ട്. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. തീർച്ചയായിട്ടും ഇന്ന് മണ്ഡലകാലം തുടങ്ങി ഇന്ന് 15-ാം ദിവസം എത്തുമ്പോൾ രാവിലെ വലിയൊരു തിരക്കാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി ഞായറുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് സാധാരണയായി സന്നിധാനത്ത് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് സേനയിലും വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസുകാരുടെ എണ്ണത്തിലും ഇത്തവണ കൂടുതൽ ആളുകളെ ഇന്നും നാളെയുമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഏതാണ്ട് 3 മണിക്ക് ദർശനം ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് വലിയ ഒരു ഒഴുക്കാണ് തീർത്ഥാടകരുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ക്യൂ
വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യൂ ഒക്കെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ വലിയൊരു തിരക്കിനിടയിൽ തന്നെയും പോലീസിന് കൃത്യമായി തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി എല്ലാവരെയും ദർശനത്തിലേക്ക് വിധേയമാക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ അത് ദേവസ്വം പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും 2 ദിവസം തുടർച്ചയായി 2 ദിവസം 80,000 കടന്നിരുന്നു ഭക്തരുടെ എണ്ണം. ഇന്നും അത് കൂടും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര വലിയ തിരക്കുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും പോലീസും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും കൃത്യമായി തന്നെ ഒരുക്കുന്നു എന്നതാണ് ഈ മണ്ഡലകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 15 ദിവസമാകുമ്പോഴും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പരാതികളോ ഒരിടത്തു നിന്നും ഉയരുന്നില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, അഭിനന്ദനാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ ശബരിമലയിലെ ചടങ്ങുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവാറായി. അപ്പോൾ നമ്മൾ നടന്ന് ഈ തുരുത്ത് നമ്മുടെ റീന സതീശൻ പറയാണ്, എന്നെ നിങ്ങൾ ഓർക്കുന്നില്ല, മറന്നു എന്നൊക്കെ. ആരെ മറന്നിട്ടില്ല? ഷമി സുലൈമാൻ, റീന സതീശൻ, അമീർ, അബ്ദുൽ ഹമീദ്, വിപിൻ വെള്ളിയാട്ട്, പ്രജിന്റെ പാട്ട് നല്ല സൂപ്പറാണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പറയാനുണ്ടോ? അത് അടിപൊളിയല്ലേ? സജീവ് ശ്രീരാജ്, ബീന ജെ. അപ്പോ നമുക്ക് ഫ്ലോറിൽ എസ്കേൻ, ദ ഗ്രേറ്റ് പുലി ഓഫ് ദ ഇന്ത്യ എത്തിയിട്ടുണ്ട്. എസ്കേൻ, വെരി 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 ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ, ഗുഡ് മോർണിംഗ് പ്രജിൻസി കണ്ണൻ. പാട്ടൊക്കെ വളരെ നന്നായി വിജ്ഞാനപ്രദമായി. എന്തായാലും ആളുകളെ ബോധവൽക്കരിച്ചു, സന്തോഷം. താങ്ക് യു പ്രജിൻസി കണ്ണൻ. കൃഷ്ണ ചെറിയാനായിരുന്നു നമുക്കിപ്പോൾ മോർണിംഗ് വാക്കിൽ ഉണ്ടായിരുന്നത്.